ബഹുമാന്യരായ എൻ്റെ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സ്, മറ്റ് നാട്ടുകാരെ, 2026 ആദ്യമായി പുറത്തിറക്കുന്ന ഒരു വീഡിയോയാണ്. നിങ്ങൾക്കാദ്യമായി എൻ്റെ നമസ്കാരം, ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ, അതായത് 2026 വീഡിയോ ആദ്യമായി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. പക്ഷേ ഇത് വെറുമൊരു പരിചയപ്പെടുത്തലല്ല, ഇത് ഒരു സംഭവം തന്നെയാണ്. പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, അതിന്നും ഉപയോഗിക്കുന്നുണ്ട്. നാളൊരു സമയം നമ്മുടെ മാവും പൂക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നാളെ എൻ്റെ മാവും പൂക്കും. അതുപോലെ ഞാൻ എൻ്റെ മാവ് പൂത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നിങ്ങൾ ആ മാവ് കണ്ടല്ലോ, മാവ് പൂത്ത് നിൽക്കുന്നത് കണ്ടല്ലോ. ഇത് 250 രൂപയോ 500 രൂപയോ ആണ്. ഇത് ഒരെണ്ണം വാങ്ങി നട്ടാൽ നമുക്ക് സ്വന്തമായി നല്ല രീതിയിൽ കോട്ടുകുണം വരിക്ക മാങ്ങ കഴിക്കാൻ കഴിയും. അതിൻ്റെ തൈയാണ് ഞാൻ വാങ്ങി നട്ടത്. അതിൽ 3 മാങ്ങയുണ്ടായിരുന്നു. തൈ വാങ്ങി നട്ടപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ വളർത്തുന്ന എൻ്റെ കുഞ്ഞ് ഡോഗ് അതിനെ കളിച്ച് നശിപ്പിച്ച് ബാക്കി 2 കെട്ടി. വളരെയധികം മനോഹരമായ നല്ല ടേസ്റ്റായിരുന്നു കോട്ടുകോണം വരിക്ക മാവ്. അപ്പോൾ അത് വെറുതെ അങ്ങ് പോക്കില്ല, വെറുതെ അങ്ങ് കായ്ക്കില്ല. ഇത് നമ്മളെ ഒരുപാട് കളിപ്പിക്കും. നമ്മൾ വാങ്ങി നട്ട് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കൊഞ്ഞണം കുത്തും. അപ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ അതിൻ്റെ മൂട്ടിൽ മൺമട്ടിയൊക്കെ ഇട്ടൊന്ന് കിളയ്ക്കുക. അതിൻ്റെ വേരറ്റ് പോകരുത്. കിളച്ച് മണ്ണിന് അതിൻ്റെ ആ അടിയിലുള്ള അതെല്ലാം ഇളകി അതിന് കുറച്ച് വായുവൊക്കെ കിട്ടുന്ന രീതിയിൽ, എയർ കിട്ടുന്ന രീതിയിൽ കിളച്ചൊക്കെ ഒന്നിടുക. എന്നിട്ട് നമ്മുടെ പൈപ്പിൽ നിന്നും ഓസ് വച്ച് അതിനെ കംപ്ലീറ്റ് വെള്ളം ദൂരെ നിന്ന് അടിച്ച് നനയ്ക്കുക. മൂട്, കമ്പ്, അതിൻ്റെ ഇലകൾ. എന്നിട്ട് അതിനെ പിടിച്ച് 2-3 കുലുക്ക, മാവിനെ പിടിച്ച് കുലുക്കുക. അതായത് ആട്ടുക എന്ന് പറയും, കുലുക്കുക. അതിലും ചിലപ്പോൾ നമ്മളെ നിന്ന് കൊഞ്ഞണം കുത്തി കളിയാക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, വീണ്ടും അതിൻ്റെ മുകളറ്റത്ത് വരുന്ന കൊണ്ട, അതായത് കുരുന്ന് വരുന്ന ഭാഗം അങ്ങ് ഒടിച്ച് കളയുക. എന്ന് പറഞ്ഞ് നമുക്ക് നഷ്ടമാവുന്നില്ല. ആ ഒടിച്ചു കളയുന്ന ഭാഗത്ത് നിന്നും പുതിയ മുള പൊട്ടി ആ മാവ് അടുത്ത ഘട്ടത്തിലേക്ക് വരും. വന്നിട്ട് വീണ്ടും അത് നമ്മളെ നിന്ന് കൊഞ്ഞാൻ കുത്തും. അപ്പോഴും നമ്മളതിൻ്റെ മൂട് വെട്ടിത്തെളിച്ച് ഹോസിൽ വെള്ളമടിച്ച് നന്നായിട്ട് നനച്ച് അതിനെ പിടിച്ചൊരു 3-4 കുലുക്കൊക്കെ കുലുക്കി
ഒരു തുറപ്പെല്ലാം വച്ച് കെട്ടി, അല്ലെങ്കിൽ ആ തുറപ്പയിട്ട് നമ്മളെ കൊഞ്ഞണം കുത്തിയതിന് അതിൻ്റെ തുറപ്പ മാറി ഒരു 4-5 അടിയൊക്കെ കൊടുത്ത്, എന്നാൽ മാത്രമേ ഇന്ന് ഞാൻ കാണിച്ച പൂവ് അതുപോലെ അത് വളർന്ന് പൂക്കാൻ തുടങ്ങുകയുള്ളൂ. പലരും പറയും, ഞാൻ വരിക്കമാവ് വാങ്ങി നട്ടു, അല്ലെങ്കിൽ മാന്തൈ വാങ്ങി നട്ടു, അത് പൊടിക്കുന്നില്ല, അതങ്ങനെ കരട് പിടിച്ച് നിൽക്കുകയാണ്, എന്തു ചെയ്യണം എന്നിങ്ങനെ ഓടി നടക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. നഷ്ടപ്പെട്ടു പോയവരെയും എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് ഞാൻ പറയുന്നു, നാട്ടുകാരോട് ഞാൻ പറയുന്നു, അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ മൂട് വെട്ടിക്കിളയ്ക്കുക. അതിനുശേഷം അതിന് ഹോസ് വെച്ച് നല്ല ദൂരെ നിന്ന് വെള്ളം മൊത്തത്തിൽ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അടിക്കുക, അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഇടവിട്ടെങ്കിലും അടിക്കുക. അതിനുശേഷം അതിനെ നന്നായിട്ട് പിടിച്ച്, മൂട് ഒന്ന് ഒടിഞ്ഞു പോകരുത്, നന്നായിട്ട് പിടിച്ച് കുലുക്കുക. എന്നാലും നമ്മൾ നിന്ന് കൊഞ്ഞണം കുത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതുതന്നെയാണ് പരിപാടി. ഓരോ സ്റ്റേജിലും മുള പൊട്ടി വന്ന് വലുതായി അതങ്ങനെ തന്നെ നിന്നിട്ട് വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക്. ഇതിനിടയ്ക്ക് നമുക്ക് പുഴു കയറി ഉണങ്ങുന്ന കൊണ്ടയൊക്കെ ഉണ്ടാവും. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. മനസ്സിലായില്ലേ? പിന്നെ അതിന് നല്ല സൂര്യപ്രകാശം കിട്ടണം. ഇത്രയുമാണ് നിങ്ങൾ അതിൽ ചെയ്യേണ്ടത്. ആ മാവ് നിറയെ, ഇതിപ്പോൾ 3 വർഷമാകുമ്പോൾ കായ്ക്കുമെന്ന് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞു, 3ാമത്തെ വർഷമാണ്. അതിൽ പൂവിട്ടു. അതിൽ മീർ കയറി. അതായത് മീറെന്ന് പറഞ്ഞാൽ മറ്റ് പിന്നെ ജില്ലകളിൽ എന്ത് പറയുമെന്നറിയില്ല. ഒരു ചുമന്ന ഇറമ്പ് കയറി അതിൻ്റെ കൊണ്ടയിൽ മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഹോസ് വെച്ച് വെള്ളം അടിച്ചപ്പോൾ കുറേയൊക്കെ പോയി. എങ്കിലും കൈകൊണ്ട് പതുക്കെ തട്ടിയപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പൂ അടർന്നു പോയി. അപ്പോൾ നിങ്ങൾ അത് സൂക്ഷിച്ച് പരിപാലിച്ച് എടുത്താൽ നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പരമ്പരകൾക്ക് അതിൽ നിന്നും ഇഷ്ടം പോലെ മാങ്ങ കഴിക്കാൻ പറ്റും. യാതൊരു വിഷവുമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വരിക്ക മാങ്ങ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടണും അമർത്തി നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്ന് എനിക്കൊരു അപേക്ഷയും കൂടെ ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്. 2025 ഞാൻ മലയ്ക്ക് പോയിട്ട് വന്ന് ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ കട്ടായി. ഞാൻ 2ാമത് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കൂടെ നിങ്ങൾ കാണണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.